friends, welcome back to amiZ Cook and Craft. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ഫ്രഷ് ക്രീം ആണ്. നമ്മൾ ഡെസേർട്ട് ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴും അത് യൂസ് ചെയ്യാറുണ്ട്. സാധാരണ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് അത് വാങ്ങിക്കാറ്. പക്ഷെ അത് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. വെറും 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്യുക. 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വേണ്ട മെഷർമെൻ്റ് ആണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ മിക്സ് നേരത്തെ എടുത്തു വെച്ച പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് പാലായതുകൊണ്ട്. ഇതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് കുറുകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാലിപ്പോൾ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഷുഗർ മെൽറ്റ് ആയിട്ട് പാല് നല്ലപോലെ തിളച്ച് വരണം. അപ്പോൾ അതുവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. പാലിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ബട്ടർ മെൽറ്റ് ആവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബട്ടർ മെൽറ്റ് ആയിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. ഇപ്പോൾ ദാ ബട്ടറൊക്കെ മെൽറ്റായിട്ട് പാല് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് ഇറക്കി വയ്ക്കാം. ഇത് തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഈ മിക്സ് തണുത്തതിന് ശേഷം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. അത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കാം. നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങുന്ന ടൈമിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അതിനുശേഷം നമ്മുടെ മിക്സ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 30 സെക്കൻഡ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ദാ ഇതേപോലെ നല്ല അടിപൊളി ഫ്രഷ് ക്രീം റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്രഷ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നോർമൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് ചെയ്യുന്ന ചിക്കൻ ടിക്ക മസാല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കുക. ഞാൻ മുകളിൽ കാർട്ടിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ ആൻഡ് സ്മോൾ റെസിപ്പി ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യാണ്. ബി സ്റ്റേ ആൻഡ് സ്റ്റേ അറ്റ് ഹോം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.